നമ്മുടെ വീട്ടിൽ സന്തോഷമുണ്ടോ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. അല്ലാതെ നമ്മൾ നാട്ടുകൂടെ പോരെ ഇറന്നിട്ടൊന്നൊരു കാര്യമില്ല. പുരക്ക് ചെന്ന സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സമാധാനം? അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവവും നല്ല സ്നേഹവും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടുകാർക്കാണ്. അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണ വീട്ടുകാരെ പോലെ പോകും. അതാ സംഭവിക്കുന്നത്. നമ്മളത് കൊടുക്കണം. അതിൽ പിശിക്കരുത്. പെണ്ണുങ്ങളും പിശിക്കരുത്. ഭർത്താക്കന്മാരോട് നല്ല നിലക്ക് സ്നേഹത്തോടെയുള്ള വാക്കുകൾ പറയാം. നമുക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വന്നൊരു പെണ്ണുങ്ങളുടെ പ്രകൃതത്തിൽ അങ്ങനെയുണ്ടെന്ന് തങ്ങൾ പറയാറുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോഴൊക്കെ വാക്കൊക്കെ പിന്നെ ആലോചിക്കുക അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. എന്നാലും ഒന്ന് നന്നാക്കി പറയാം. തങ്ങൾ പറഞ്ഞു മാ കദബ മൻ അസ്ലഹ ബൈന തനൈൻ. രണ്ടാളുകളെ മസ്ലഹത്ത് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ ചിരി നുണയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചത് നുണയല്ല. എങ്ങനെ രണ്ടാളും കണ്ട അങ്ങോട്ടോട് കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനത്തെ പിന്നെ മൂപ്പർക്ക് നിങ്ങളോട് നന്നാവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളത് വീട്ടിലേക്ക് വരുമ്പോൾ ഇറക്കി വിട്ടാലോ എന്ന് പേടിച്ചിട്ടാ അവിടെ പറയും. പുറത്തു പോയിട്ട് പറയാം തന്നെ നിങ്ങളോട് നന്നാവണമെന്ന് മൂപ്പർക്കുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളെ മനസ്സിലും അങ്ങനെയാണ്. അവർ കണ്ടുമുട്ടുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയും. അവർ നന്നാവും. ഇയാൾ പറഞ്ഞ നുണയായിരിക്കും ചിലപ്പോൾ. രണ്ടാൾക്ക് അങ്ങനെ പൂതി ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ ആ നുണ പറഞ്ഞത് നുണയല്ല. എന്തേ? അത് രണ്ടാളെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു വഹദീസുൽ മർഇ മഅ സൗജതിഹി. ഒരു ഭാര്യയോട് തന്റെ ഭർത്താവ് പറയുന്നതും പിന്നെ വഹദീസുൽ മർഅതി മഅ സൗജിഹാ. ഒരു ഭർത്താവിനോട് ഭാര്യ പറയുന്നതിലും ഇച്ചിരി ഇങ്ങനെ കുറച്ച് മസാലയൊക്കെ ഇങ്ങനെ നിങ്ങൾ എന്നെയായിട്ട് ഏറ്റവും നല്ല പുതിയാപ്പിളാന്നൊക്കെ പറയും ഇവിടെ. അപ്പൊ ഇയാൾ അങ്ങോട്ട് ഇവിടെ നിന്റെ അത്ര സൗന്ദര്യമുള്ള ഒരു പെണ്ണിന് എനിക്ക് ഭാഗ്യമല്ലേ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. ശരിക്കും ശരിക്കും ആ നോണയൊക്കെ പറയണ്ടാവുക. പക്ഷെ അതിൽ കുഴപ്പമില്ല. പിന്നെ ഓവറായിട്ട് സോപ്പിട്ടാൽ കള്ളി പൊളിയിട്ടോ. ഒരു പാകത്തിനെ പറയാൻ പറ്റുള്ളേ. എല്ലാത്തിനും ലെവലുണ്ടല്ലോ. ഒരു ഓവറാവരുത് എങ്ങണ്ടല്ലോ തോന്നരുത് അവർക്ക്. ഇതെന്തിനാണെന്നറിയോ? സ്നേഹം ഉണ്ടാവാൻ അതൊക്കെ ആവശ്യമാണ്. ഇത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും എഴുതി വിടും. അപ്പോൾ അവരിപ്പോ പോകും. പിന്നെ എന്ത് നമ്മൾ വാപ്പിളിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറയാ. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സുകൾക്ക് പൊരുത്തമുണ്ടാകാൻ പറയുന്ന വാക്കുകളിൽ ഇച്ചിരി കളവ് കയറിപ്പോയാലും അത് നുണയായിട്ട് അള്ളാഹു എഴുതൂലെന്നും അതിന് കൂലിയുണ്ടെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? നമ്മുടെ വീടുകൾ സുരക്ഷിതമാവണം. നമ്മുടെ വീടുകൾ സന്തോഷത്തിന്റെ വിളനിലകളാവണം. ഇപ്പോ ഭാര്യയെ ഭർത്താവിന് വേണ്ട, ഭർത്താവിന് ഭാര്യ, ഇവർക്ക് വേണ്ട നാട്ടുകാരാണ്. അങ്ങനെ ആവരുത്. ഇത് വലിയൊരു ദുരന്തമാണ്. സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടുണ്ടായ വലിയൊരു ദുരന്തം. എല്ലാവരും എന്റെ ഭർത്താവിന് റൊമാൻസ് ഇല്ല എന്ന് ഭാര്യ, എന്റെ ഭാര്യ അങ്ങനെ ഉരുട്ടിപ്പോവല്ലേ എന്ന് ഭർത്താവ് എവിടെ. എന്തിനങ്ങനെ പറയണം? ആ പറച്ചിലുകൊണ്ട് തകരുന്നത് എത്ര വലിയ സ്വത്വമാണ്, എത്ര വലിയ പുണ്യമാണ്, എത്ര വലിയ ദീനിന്റെ സ്തംഭമാണ് നമ്മൾ തകർത്ത് കളയുന്നത്. വീടെന്നത് സ്വർഗമാണ്. അള്ളാഹു നമ്മുടെ വീടുകൾക്ക് സന്തോഷം നൽകട്ടെ.